ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പഴയതാണ്, അതായത് നമ്മുടെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അതിന് വോയിസ് ഓവർ കൊടുക്കാനുള്ള ടൈം കിട്ടാത്ത കാരണം ഇത്ര ലേറ്റ് ആയതാണ് കേട്ടോ. ഇന്നിപ്പോൾ ശനിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിത് ബാക്കിയും കൂടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞായറാഴ്ച നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ക്ഷീണം തിങ്കളാഴ്ച പെരുന്നാളിൻ്റെ അന്ന് അങ്ങ് മുതലാക്കി എടുത്തിട്ടുണ്ട്. കുറേ നേരം കിടന്നുറങ്ങിയിട്ടാണ് രാവിലെ എണിച്ചിട്ടുള്ളത് കേട്ടോ. ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു എണിക്കാനായിട്ട്. പിന്നെ ദോശമാവൊക്കെ തലേ ദിവസം അരച്ച് വെച്ച കാരണം കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ധൈര്യത്തിൽ അങ്ങനെ കിടന്നുറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ ഇതുവരെ എണീച്ചിട്ടില്ല. ഞാൻ എണീച്ചിട്ട് ഇതാ സാമ്പാർ ഒരടുപ്പത്ത് വെന്തും കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ചൂടോടെയുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് പെരുന്നാൾ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ദോശയ്ക്ക് സാമ്പാർ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഞാനൊരു ചട്നി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു തേങ്ങയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ കൂട്ടുള്ളൂ, പിള്ളേരൊന്നും കഴിക്കില്ല കേട്ടോ ചട്നി കൂട്ടിയിട്ട്. അപ്പോൾ മുന്നൊന്നും എനിക്ക് ഈ ചട്നിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ചട്നി കൂട്ടി കഴിക്കാനായിട്ട്. ഇവിടെ ഞാനും ഏട്ടനും മാത്രമേ ഇപ്പോൾ ചട്നിയൊക്കെ കഴിക്കുകയുള്ളൂ ദോശയുടെയൊക്കെ കൂടെ കേട്ടോ. മക്കൾക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കുക പോലും ചെയ്യില്ല. അവർക്ക് സാമ്പാറോ ചമ്മന്തി എന്തെങ്കിലുമൊക്കെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയല്ലേ വേണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദോശമാവ് കുറച്ചും കൂടെ ബാക്കി ഇരിപ്പുണ്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറയിലേക്ക് തിരിച്ചപ്പോൾ കുറച്ച് മാവ് അങ്ങ് പോയി കേട്ടോ. ഇതുപോലെ ചെറിയ മണ്ടത്തരങ്ങളൊക്കെ ചിലപ്പോൾ ഒക്കെ പറ്റാറൊക്കെ ഉണ്ട്. പിന്നെ അതാ നമ്മുടെ കയ്യിൽ നിന്നായ കാരണം കൊണ്ട് പിന്നെ ആരെയും വഴക്ക് പറയാനൊന്നും ഇല്ലല്ലോ. നേരെ മറിച്ച് കുട്ടികളുടെ അടുത്തൊക്കെയാണ് വെച്ചെങ്കിൽ നല്ല വഴക്ക് പറയാമല്ലോ. അങ്ങനെ അതൊക്കെ തുടച്ച് നമ്മൾ ബാക്കി മാവ് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവച്ചു. പിന്നെ ഇതാ ചൂടുള്ള സാമ്പാറും ദോശയും ചായയും ഒക്കെ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ട് ഞാൻ പിള്ളേരെ വിളിച്ചു കൂട്ടാ. പക്ഷേ അവർ എവിടുന്നാന്ന് പോലും നോക്കുന്നില്ല, ഭയങ്കര ഉറക്കത്തിലായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരവരുടെ ഇഷ്ടത്തിന് നീച്ച് വരട്ടെ. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു കൂട്ടാ. പിന്നെ നമുക്ക് ഉച്ചത്തെ പരിപാടിയൊക്കെ തുടങ്ങാനുണ്ടല്ലോ, കാരണം ഇന്ന് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് എണിക്കാനായിട്ട്. ചായ കുടി കഴിഞ്ഞപ്പോൾ വീണ്ടും കിച്ചണിലോട്ട് തന്നെ വന്നു കേട്ടോ. പിന്നെ നെയ്ച്ചോറിലേക്ക് കുറച്ച് ചിക്കനൊക്കെ പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അതിലൊരു സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും കറിയൊക്കെ ആകുമ്പോഴേക്കും ചിക്കനൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ച് വരുമല്ലോ. അതിന് വേണ്ടി നേരത്തെ തന്നെയൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചു കൂട്ടാം. പിന്നെ ഇതാ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില, സവോള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ചിക്കനൊക്കെ പൊരിച്ചെടുത്തു. ഇനി ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാനുള്ളൂ കേട്ടോ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചത്തെ പരിപാടി കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതേ ഒരു സ്പെഷ്യൽ പാത്രത്തിലാണ് കേട്ടോ. ഈ ഉരുളി എൻ്റെ അമ്മയുടെ ഉരുളിയാണ് കേട്ടോ. ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരു ഉരുളിയാണ് ഇത്. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അതിന് ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. എനിക്കൊക്കെ ഓർമ്മ വയ്ക്കുന്ന സമയത്തെ അമ്മ ഇതിലാണ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു പഴക്കം ഈ ചട്ടിക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നാൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇത് എടുത്തു കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അമ്മ ഉണ്ടാക്കുന്ന ആ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടുമോ എന്ന് അറിയില്ല, പക്ഷേ എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അമ്മയുള്ള സമയത്തൊക്കെ നമ്മൾ എല്ലാ പെരുന്നാളിനും അല്ലെങ്കിൽ ക്രിസ്മസിന് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഓരോ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. ഞാനും എൻ്റെ മക്കളും പിന്നെ എൻ്റെ ചേച്ചിമാരും അവരുടെ മക്കളും എല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ അമ്മയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇട്ടാൽ കറി എന്ന് പറയാൻ പറ്റില്ല. അമ്മ ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാണ്ടാണ് ചിക്കൻ ഉണ്ടാക്കുക കേട്ടോ. അത് ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു കളറും മണവും അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അമ്മയുടെ ആ കറികളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി മിസ് ചെയ്യാറുണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ മക്കൾക്കാണ് കേട്ടോ ഒത്തിരി മിസ് ചെയ്യാറ്. അവർക്കും അമ്മമ്മ ഉണ്ടാക്കുന്ന ഓരോ കറികളും അത്രയും സ്പെഷ്യലായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മുടെ കൂടെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതാവുമ്പോൾ ഉണ്ടല്ലോ, അത് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വില കൂടുതലായിട്ട് മനസ്സിലാവുന്നേ കേട്ടോ. ആ പാത്രത്തിലെ കറി ഉണ്ടാക്കുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ ഓർത്തു പോയി കേട്ടോ. അങ്ങനെ പിന്നെ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ കുറച്ച് മാങ്ങ എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അച്ചാറിടാലോ എന്ന് വിചാരിച്ചിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഫുഡ് അടിക്കാനായിട്ട് ടേബിളിലെല്ലാം കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറുണ്ണാനായപ്പോഴേക്കേ രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ.
അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അവരേനെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നാൾ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ ഇപ്പോൾ ലെഗ് പീസ് ആർക്കും താല്പര്യമില്ലയെന്ന്. അപ്പോൾ ഞാൻ മാത്രമാണ് ഇത് കഴിക്കാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിന്ന് പെരുന്നാളായിട്ട് എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എടപ്പാൾ ഒരു ഫെസ്റ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ആദ്യം ഞാനൊരു ഡ്രസ്സ് ഇട്ടു കേട്ടോ. അപ്പോൾ ആ മോള് പറഞ്ഞ് ഇത് ഇടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന്. അപ്പോൾ അതൊക്കെ മാറ്റി വേറെ ഒരു ഡ്രസ്സ് ഇട്ടു. അങ്ങനെ നമ്മൾ ഓട്ടോയിലാണ് എരമംഗലത്തേക്ക് വന്നത് കേട്ടോ. വണ്ടിയുമ്മ 3 പേർക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നിട്ട് എരമംഗലത്ത് വന്ന് അവിടെ നിന്ന് ബസ്സിന് പോന്നു. എടപ്പാളെത്തി. എന്താ നമ്മൾ ഫെസ്റ്റിൽ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നേ. അവിടെ ചെന്നപ്പോഴോ വമ്പൻ തിരക്കായിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് 4 മണിക്കാണ് അവിടെ കൗണ്ടറൊക്കെ ഓപ്പൺ ആക്കിയത് കേട്ടോ, ടോക്കനൊക്കെ എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറി. കുറേ ഫ്ലവർ ഷോയും പിന്നെന്താ കുറേ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം നിന്ന് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഗാലറി അങ്ങ് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെന്താ മത്സ്യകന്യകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മത്സ്യകന്യകയുടെ അടുത്ത് എത്തിയപ്പോഴേ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പയ്യന്മാരൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വമ്പൻ തിരക്കായിരുന്നേ. പിന്നെ കുറേ അകത്തേക്ക് അങ്ങനെ നടന്ന് പോന്നു കേട്ടോ. അപ്പോഴാണ് പാനിപ്പൂരി കണ്ടത് കേട്ടോ. അപ്പോൾ മോൾക്കത് കഴിക്കണമെന്ന് നിർബന്ധം. അപ്പോൾ മോൾക്ക് അത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ കഴിക്കുകയൊന്നും ചെയ്തില്ല. എനിക്ക് അത്യാവശ്യം നീറ്റില്ലാത്തടത്തൊന്നും ഞാൻ ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും കൂടിയിട്ടൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഇവർ യന്ത്രൂഞ്ഞാലിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഒട്ടും സമ്മതിക്കലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ അവരൊക്കെ വലുതായല്ലോ എന്ന് വിചാരിച്ചിട്ട് സമ്മതം കൊടുത്തതാണ് കേട്ടോ. എന്തെങ്കിലും കൂടിയിട്ട് എനിക്ക് താഴെ നിന്നിട്ട് ഇങ്ങനെ സമാധാനക്കേടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ ഒരു ടെൻഷനാണല്ലോ. അതാണെങ്കിലോ ഒത്തിരി നേരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറങ്ങി സ്പീഡിലൊക്കെ കറങ്ങുമ്പോഴേ എനിക്കിങ്ങനെ ടെൻഷൻ ആവുമായിരുന്നേ. അവർ എന്നോടും കയറാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അതിൽ വലിയ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. പിന്നെ 100 രൂപയെ ഒരാൾക്ക് ടിക്കറ്റിന് ഉണ്ടായിരുന്നുള്ളൂ. വലിയ എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. 100 രൂപയ്ക്കുള്ള അത്യാവശ്യം നന്നായിട്ട് കറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1-2 ഐറ്റംസൊക്കെ അവർ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ അവിടുന്ന് പോന്നു. ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മുടെ സ്വന്തം നാടായ എടപ്പാൾ കൂടെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ എൻ്റെ ചേച്ചിയുടെ മോളേനെ അവിടുന്ന് കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ നാളത്തേക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ 3 പേരും കൂടി പുറത്തൊക്കെ പോകുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.